ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗണിതമാണ്. ഗണിതത്തിൽ നമുക്കറിയാം കേറ്റിട്ട് പരീക്ഷയ്ക്ക് കാറ്റഗറി 1നും 2നും 30 മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അല്ലേ. 30 മാർക്കിനകത്ത് നമുക്ക് പഠിക്കേണ്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് കണക്ക് കൂട്ടലുകൾ ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ആവറേജ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോർഡ് മാസ്, പിന്നെ അതുപോലെ ശരാശരി, പിന്നെ അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകൾ എന്നിങ്ങനെ കുറച്ച് പ്രശ്ന നിർദ്ധാരണ കണക്കുകൾ നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കുന്ന ഏകദേശം ഒരു 20 ക്വസ്റ്റ്യനോളം തന്നെ ഈ പറഞ്ഞ ചെയ്ത് നോക്കി കണ്ടുപിടിക്കേണ്ട കണക്കുകളായിരിക്കും ഗണിതത്തിൻ്റെ ഭാഗത്തും ചോദിക്കുന്നത്. പോയിട്ട് ബാക്കി 10 മാർക്കിന് ചോദിക്കുന്നത് പെഡഗോഗി എന്ന് പറയും, അഥവാ ബോധനശാസ്ത്രം എന്ന് പറയും. അതായത് ഗണിതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്, കുട്ടികളിലേക്ക് എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളിലെ ഗണിത ആശയബോധനം വളർത്തിക്കൊണ്ട് വരുവാൻ ഒരു അധ്യാപകനായ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം, എങ്ങനെ ഒരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് ഗണിതാശയം കുട്ടികൾക്ക് എങ്ങനെ പകർന്നു നൽകാം, അല്ലെങ്കിൽ ഗണിതാശയം എങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാം, ഇതൊക്കെയാണ് നമ്മുടെ എന്തിൻ്റെ അകത്ത് പറയുന്നത്, ഗണിതത്തിലെ ബോധന ശാസ്ത്രത്തിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും ബാക്കി ഒരു 10 മാർക്കോളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഗണിതത്തിലെ പെഡഗോഗിക് പാർട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്നത് ഗണിതത്തിലെ പെഡഗോഗിക് പാർട്ടാണ്. ഗണിതം ചെയ്ത് പഠിക്കുന്നത് ഏകദേശം ഒരു 20 മാർക്കിനോളം നമുക്ക് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് ചെയ്യാനായിട്ടുള്ള കണക്ക് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടി ചെയ്യേണ്ട പ്രോബ്ലംസും വരും. ഇത് കൂടാതെ ബാക്കി 10 മാർക്ക് വരുന്ന ഈ പറഞ്ഞ പെഡഗോഗിക് അഥവാ ബോധനശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആദ്യത്തെ കോൺസെപ്റ്റ് ഇതാണ്: ഒരു ഗണിതാശയം കുട്ടികളുടെ മനസ്സിൽ എങ്ങനെയാണ് നമ്മൾ പകർന്നു നൽകേണ്ടത്, അല്ലെങ്കിൽ ഗണിതം പഠിക്കാൻ ക്ലാസ്സിലിരിക്കുന്ന ഒരു കൊച്ചിൻ്റെ മനസ്സിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു ഗണിത ബോധനം അല്ലെങ്കിൽ ഗണിതാശയം നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടത് എപ്രകാരമാണെന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കാൻ കയറി നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നിങ്ങളെല്ലാം പഠിപ്പിക്കുന്നവരല്ലേ. നമ്മളൊരു ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കാൻ കയറി നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ആദ്യം നമ്മൾ കുട്ടികളോട് തനിയെ വായിക്കാൻ പറയും അല്ലേ, അതിനുശേഷം മൗന വായന, അതിനുശേഷം നമ്മൾ പറയും ഉറക്കെയുള്ള ലൗഡ് റീഡിംഗ് എന്ന് പറയും, പിന്നെ ഗ്രൂപ്പ് റീഡിംഗ് എന്ന് പറയും. അതിനുശേഷം നമ്മൾ ഉറക്കെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം നമ്മൾ കുട്ടികളെ കൊണ്ട് ശരിയായ രീതിയിൽ ഉറക്കെ വായിക്കും അല്ലേ. ഇങ്ങനെ ഏതൊരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഏതൊരു വിഷയം പഠിപ്പിക്കുന്നതിനും അതിൻ്റേതായ ചില രീതികളൊക്കെ ഉണ്ട്. ഇൻ കേസ് നമ്മൾ സയൻസ് ആണ് പഠിപ്പിക്കുന്നതെങ്കിലോ ഏത് രീതിയിലൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അറിയാവോ? നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കേണ്ടത് ഏത് രീതിയിലൂടെ പഠിപ്പിക്കേണ്ടത്? 5 Eയിലൂടെ 5 Eസിലൂടെ പഠിപ്പിക്കേണ്ടത്, ശരിയല്ലേ? അറിയത്തില്ലേ? എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിന്, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ്. കേട്ടിട്ടില്ല? ഈ 5 Eസിലൂടെ നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുകയൊക്കെ ചെയ്തതല്ലേ നമ്മൾ DLED കാറ്ററ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മൾ DLED B.Ed ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കേണ്ട മേഖലകൾ അല്ലെങ്കിൽ ശാസ്ത്രം പഠിപ്പിക്കേണ്ട വിഷയം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതിയാണ് 5 E's എന്ന് പറഞ്ഞാൽ. അതായത് എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിന്, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ്. ഈ 5 മേഖലയിലൂടെയാണ് നമ്മൾ സയൻസ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ മാത്സ് പഠിപ്പിക്കേണ്ട ഒരു രീതിയാണ് ELPS എന്ന് പറയും. അതായത് നമ്മൾ ഗണിതത്തിലെ ടീച്ചിങ് മാനുവൽ എഴുതുമ്പോൾ നമ്മൾ എഴുതി പോകേണ്ട രീതി ഏതിലൂടെയാണ്? ELPSലൂടെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 90% ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഓരോന്നിൻ്റെ എക്സ്പാൻഷൻ പഠിക്കണം, ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും പഠിക്കണം കേട്ടോ. ELPS എന്തിനാണ് ഉപയോഗിക്കുന്നത് പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഗണിതാശയ രൂപീകരണത്തിൻ്റെ 4 സുപ്രധാന ഘട്ടങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ELPS എന്ന് പറയുന്നത്. അപ്പം ഒരു ഗണിതാശയം കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഗണിതാശയം കുട്ടികളുടെ മനസ്സിൽ രൂപീകരിക്കപ്പെടുന്നതിന് എത്ര മേഖലയിലൂടെ കടന്നു പോകണം? 4 മേഖലയിലൂടെ നമ്മൾ കടന്നു പോകണം. ആ മേഖലകളാണ് ELPS എന്ന് പറയുന്ന മേഖല. അതിൽ E എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പീരിയൻസ് വിത്ത് ഫിസിക്കൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കളുമായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഒഴുകി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മൾ 1ാം ക്ലാസ്സിൽ ഇപ്പം നമുക്ക് പഠിപ്പിക്കാനുള്ളതാണ് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ എണ്ണം, അവയുടെ കൂട്ടലുകൾ, അവയുടെ കുറയ്ക്കൽ അല്ലേ. ഇതാണ് നമുക്ക്
ഒരൊക്ക സംഖ്യകളാണ് കൂടുതലും നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ആദ്യം നമ്മൾ ഓടിച്ചെത്തേണ്ട അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ആദ്യം കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ ഉറപ്പിക്കേണ്ടതാണ് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ അല്ലേ. വേണേൽ നമുക്ക് പുറത്തോട്ടിറക്കി ഇരുത്തിയിട്ട് 1-ന് 1 കല്ല്, 2-ന് 2 കല്ല്, 3-ന് 3 കല്ല്, 4-ന് 4 കല്ല് എന്നിങ്ങനെ 10-ന് 10 കല്ല് വരെ കുട്ടികളെ കൊണ്ട് പിറക്കി അടിക്കാം. അതുപോലെ തന്നെ നമുക്ക് പറയാം വീട്ടിൽ നിന്നും ഒരേ നീളമുള്ള ഈർക്കിലികൾ അല്ലേ ഓടിച്ചുകൊണ്ട് വരാൻ പറയാം. അതിനുശേഷം 3 എന്ന് പറയുമ്പം 3 ഈർക്കിലി എടുത്തു വെക്കുന്നു. 7 എന്ന് പറയുമ്പം 7 ഈർക്കിലി എടുത്തു വെക്കുന്നു. 4-ഉം 3-ഉം കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിക്കുമ്പം 4 ഈർക്കിലി ഒരു സൈഡിലും 3 ഈർക്കിലി അപ്പുറത്തെ സൈഡിലും വെച്ചിട്ട് 2ഉം കൂടി കൂട്ടുമ്പം 2 ഒരുമിച്ച് വെക്കാമെന്നൊരു കോൺസെപ്റ്റ് വരും. അപ്പോൾ 2ഉം കൂടി കൂട്ടുമ്പം 7 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കുട്ടികളിലേക്ക് കിട്ടുന്നു. അപ്പോൾ എന്താ ഉദ്ദേശിക്കണ്ടോ, എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു അനുഭവം കുട്ടികൾക്ക് കൊടുക്കുക. അതാണ് ഗണിതത്തിൽ ആദ്യം ചെയ്യേണ്ടത്. കണ്ടോ, എക്സ്പീരിയൻസ് വിത്ത് ഫിസിക്കൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കൾ അല്ലെങ്കിൽ മൂർത്തമായ സന്ദർഭങ്ങൾ ഉപയോഗിച്ച് നേരനുഭവം സൃഷ്ടിക്കുക. അപ്പോൾ ഓർത്തിരിക്കണം, ഗണിതാശയങ്ങളെല്ലാം തന്നെ അമൂർത്ത സ്വഭാവമുള്ളതായിരിക്കും. മൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മൂർത്തം എന്ന് പറയുന്നത്. അമൂർത്തത എന്ന് പറഞ്ഞാൽ അറിയാത്തതിലേക്ക് നമ്മൾ പോവുക. അപ്പം നമ്മുടെ ഭൗതിക വസ്തുക്കൾ അല്ലെങ്കിൽ മൂർത്തമായ സന്ദർഭങ്ങൾ ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സന്ദർഭങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നേരനുഭവം കുട്ടികൾക്ക് നൽകണം. വസ്തുക്കൾ, ഉപകരണങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇതിനായി പ്രയോജനപ്പെടുത്താം. കണ്ടോ, അപ്പോൾ ഓർത്തിരിക്കണം, ഭൗതിക വസ്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൗതിക വസ്തുക്കൾ വെച്ചുള്ള അനുഭവങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കണം. അപ്പം നമ്പർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്പർ കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തണം. 1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണമേ ഉള്ളൂ, 7 എന്ന് പറഞ്ഞാൽ 7 എണ്ണമുണ്ട്, 9 എന്ന് പറഞ്ഞാൽ 9 എണ്ണമാണുള്ളത് എന്നിങ്ങനെ നമ്പർ സിസ്റ്റം കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യമായി അനുഭവങ്ങളിലൂടെ എത്തണം. നമുക്കറിയാം, അനുഭവമാണ് ഏറ്റവും നല്ല ഗുരു എന്ന് പറയും ഇല്ലേ. എന്ന് പറഞ്ഞ പോലെ അനുഭവങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരേറ്റവും മനോഹരമായിട്ട് ഈ പറയുന്ന ഗണിത വിഷയം പഠിച്ചെടുക്കും. എന്നാ പാടുള്ള വിഷയമാണെങ്കിൽ അവരത് പഠിച്ചെടുക്കും. സോ ആദ്യം ചെയ്യേണ്ടത് ഇ ഫോർ എക്സ്പീരിയൻസ്. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഗണിതാശയ രൂപീകരണ ഘട്ടത്തിലെ 4 സുപ്രധാന ഘട്ടങ്ങളാണ് ELPS. ഇതിൽ ഈ സൂചിപ്പിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടം ചോദിച്ചതാണ് എക്സ്പീരിയൻസ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം, എക്സ്പീരിയൻസിലേക്ക് വേണം നമ്മൾ പോകുവാൻ കേട്ടോ. അങ്ങനെയും ചോദിക്കുന്നുണ്ട്. അടുത്തതാണ് എല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എല്ല് എന്നതാ, നമ്മൾ സൈക്കോളജിക്കകത്ത് പഠിച്ച എല്ല് എന്നതാ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിനകത്തൊരു എല്ല് പഠിച്ചില്ലേ, നമ്മൾ PSC എക്സാം എഴുതിയ മെയിൻ ലിസ്റ്റിൽ കയറാമെന്ന് അതിനകത്തൊരു എല്ലില്ലായിരുന്നു. ആ എല്ല് എന്നതാ, ലിംഗ്വിസ്റ്റിക് അല്ലേ. ആ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാപരം, അത് തന്നെ ഇവിടെ ഉദ്ദേശിക്കും. കണ്ടോ, എല്ലെന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഗ്വേജ് സ്പോക്കൺ ദാറ്റ് ഡിസ്ക്രൈബ് ദി സെയിം എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ ലാംഗ്വേജിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കണ്ടോ, ലാംഗ്വേജ് സ്പോക്കൺ ദാറ്റ് ഡിസ്ക്രൈബ് ദി എക്സ്പീരിയൻസ്. ഇപ്പോൾ പറയുവാണ്, നിങ്ങളിപ്പം 4ഉം 3ഉം കൂട്ടാൻ പറയുകയാണ് അല്ലേ. ഇപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്തത്, 4 കല്ലോ അല്ലെങ്കിൽ 4 ഈർക്കിലിയോ നമ്മൾ ഒരു സൈഡിൽ എടുത്തു വെച്ചു, 3 ഈർക്കിലി മറ്റേ സൈഡിൽ എടുത്തു വെച്ചു. അപ്പോൾ ഇവിടെ വരും 1, 2, 3, 4 ഈർക്കിലി ഇവിടെ വരുമ്പം 3 ഈർക്കിലി അല്ലേ. കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ആയി. ഇതിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്, ഇവ തമ്മിൽ ഒരുമിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 4ഉം 3ഉം കൂടി ഒരുമിച്ച് വെച്ചാൽ എത്ര എണ്ണം കിട്ടും, മൊത്തം 7 എണ്ണം. അതായത് 1, 2, 3, 4, 5, 6, 7 എന്നിങ്ങനെ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഭാഷ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ നേടിയ അനുഭവങ്ങളെ പഠിക്കാൻ സ്വന്തം വിശദീകരണം ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയും 4ഉം 3ഉം കൂട്ടിയാൽ 7 എണ്ണം നമുക്ക് കിട്ടുമെന്ന് പറയും. അപ്പം ലാംഗ്വേജ് സ്പോക്കൺ ദാറ്റ് ഡിസ്ക്രൈബ് ദി എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യണം, ലാംഗ്വേജിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കുട്ടികൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരുത്തി കൊടുക്കണം. അപ്പോൾ എന്താണ്, നേടിയ അനുഭവങ്ങളെ പഠിക്കാൻ സ്വയം വിശദീകരിക്കുകയും അധ്യാപിക വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാൻ അവസരം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഭാഷ എന്ന 2ാം ഘട്ടം പൂർത്തിയാകും. അതായത് ആദ്യം എക്സ്പീരിയൻസിലൂടെ കിട്ടിയ കാര്യത്തെ നമ്മൾ കുട്ടികൾക്ക് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സ്വയം വിശദീകരിക്കാനാകുമ്പോൾ അവിടെ എന്ത് കിട്ടി, കുട്ടികൾക്ക് ലാംഗ്വേജ് കിട്ടി. അടുത്തതാണ് പിക്ചർ എന്ന് പറഞ്ഞാൽ, പി എന്ന് പറഞ്ഞാൽ എന്താണ്, പിക്ചർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്.
നമുക്കറിയാം ഗണിതത്തിലുള്ള മിക്ക കോൺസെപ്റ്റുകൾ നമ്മൾ എന്താണ് പിക്ചറിലൂടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പറയുകയാണ് എന്താണ് 4 കട്ടകൾ അല്ലെങ്കിൽ 4 3 നമ്മൾ പറക്കുകയാണെങ്കിൽ 1 2 3 4 അല്ലേ, 4 കല്ലും 3 കല്ലും കൂടി ചേർന്നാൽ എത്ര കല്ല് കിട്ടും? മൊത്തം 7 കല്ല് കിട്ടും. ഇത് ഏത് റെപ്രസെൻറ്റേഷനാണ്? നമ്മൾ വല്ലതും കൂട്ടിയോ കുറച്ചോ വല്ല ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് മനസ്സിലായി ഉണ്ടോ, 4ഉം 3ഉം കൂടി കൂട്ടിയാൽ 7 കല്ലായി. അപ്പം എന്താണ്, നേടിയ അനുഭവങ്ങളെ അനുയോജ്യമായിട്ടുള്ള ഭാഷ, ചിത്രം എന്നിവയ്ക്ക് പുറമെ അനുയോജ്യമായ ഗണിത ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ കേട്ടോ, നേടിയ അനുഭവങ്ങളെ ചിത്രങ്ങൾ, മാതൃകകൾ, ഗ്രാഫുകൾ, ചിത്രീകരണങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ ചിത്രത്തെ അല്ലെങ്കിൽ പിക്ചർ എന്ന ഘട്ടം കുട്ടികൾ പൂർത്തിയാക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ഘട്ടമാണ് പി അഥവാ പിക്ചർ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെയാണ് ELPSലെ എസ്. എന്താണ്? സിമ്പൽ. അതായത് കൂട്ടുന്ന സിമ്പിൾ ഇതാണ്, കുറയ്ക്കുന്ന സിമ്പിൾ ഇതാണ്, തുല്യമായതിൻ്റെ സിമ്പിൾ ഇതാണ്, ഡിവിഷൻ്റെ സിമ്പിൾ ഇതാണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ ഇതാണ് എന്നിങ്ങനെ കുട്ടികളെ സിമ്പിൾ ഇട്ട് പഠിക്കും. പാരലൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ഇതാണ്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ഇതാണ് എന്നിങ്ങനെ ചിഹ്നങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുക. കണ്ടോ, നേടിയ അനുഭവങ്ങളെ അനുയോജ്യമായിട്ടുള്ള ഭാഷ, ചിത്രം എന്നിവയ്ക്ക് പുറമെ അനുയോജ്യമായ ഗണിത ചിഹ്നങ്ങൾ, അക്കങ്ങൾ, ചരങ്ങൾ, മറ്റ് സങ്കേതങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രതീകാത്മകമായി സൂചിപ്പിക്കാനുള്ള ശേഷി നേടുന്നതിനെയാണ് പ്രതീകം അഥവാ സിമ്പൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ആരും നോക്കണമല്ലോ, ചരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? വേരിയബിൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് നമ്മുടെ എക്സും വൈയും ഇസഡും ഒക്കെ ഇല്ലേ, നമ്മൾ പറയത്തില്ലേ എക്സ് ഇട്ടും വൈ ഇട്ടുള്ള കണക്കുകളില്ലേ, അതിൽ നമ്മൾ എന്താ ഉള്ളത്? ചരങ്ങളാണ് ഉപയോഗിക്കുക. നമുക്ക് മാറ്റി മറിച്ച് വിടാം അല്ലേ. എക്സിൻ്റെയും വൈയുടെയും എയുടെയും ബിയുടെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതേ ആർ ഡിഫറെൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂസ് മാറ്റും തോറും നമുക്ക് കിട്ടുന്ന റിസൾട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ചരങ്ങൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്താണ് ഈ പറഞ്ഞ സിമ്പലിൻ്റെ അകത്താണ് കുട്ടികൾക്ക് ഐഡിയ കൊടുക്കേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കണം, ഗണിതാശയ രൂപീകരണ ഘട്ടം നടക്കുന്നത് 4 സ്റ്റെപ്പിലൂടെ. ഏതാണ്? ELPS. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, എൽ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അഥവാ ഭാഷ, പി എന്ന് പറഞ്ഞാൽ പിക്ചർ, എസ് എന്ന് പറഞ്ഞാൽ സിമ്പൽ. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഗണിതാശയം കുട്ടികളുടെ മനസ്സിൽ എന്ത് ചെയ്യേണ്ടത്? ഉറപ്പിക്കേണ്ടത്. ക്ലിയർ ആയോ? ELPS എന്നതാന്ന് മനസ്സിലായോ? ELPS എന്നതാന്ന് കിട്ടിയോ? ഈ 4 എണ്ണവും പഠിക്കണം. കാരണം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. ഗണിതാശയ രൂപീകരണ ഘട്ടത്തിനായി ഒരു ടീച്ചർ കുട്ടികളെ ഫീൽഡ് ട്രിപ്പിനായി ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നു. താഴെ പറയുന്നവയിൽ ഏത് ഗണിതാശയ രൂപീകരണ ഘട്ടമാണ്, അല്ലെങ്കിൽ ഗണിതാശയ രൂപീകരണത്തിലെ ഏത് രീതിയാണ് ടീച്ചർ ഇവിടെ പ്രയോജനപ്പെടുത്തിയത്? എക്സ്പീരിയൻസ് ആണോ, ലാംഗ്വേജ് ആണോ, പിക്ചർ ആണോ, സിമ്പൽ ആണോ? ഏതാണ്? ചോദ്യം മനസ്സിലായോ? ചോദ്യം ഇതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഗണിതാശയ രൂപീകരണ ഘട്ടത്തിനായി ഒരു ടീച്ചർ കുട്ടികളെ എങ്ങോട്ട് കൊണ്ടുപോയി? ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ പലിശ എന്ന ആശയം പഠിപ്പിക്കുന്നതിന് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നു. ചോദിച്ച ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഇവിടെ ഉപയോഗിച്ച എന്താണ് ഗണിതാശയ രൂപീകരണ ഘട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? എക്സ്പീരിയൻസ് ആണോ, ലാംഗ്വേജ് ആണോ, പിക്ചർ ആണോ, സിമ്പൽ ആണോ? ഏതാണ് ടീച്ചർ അവിടെ ചെയ്ത അവിടെ ചെയ്ത തന്ത്രം ഏതാണ്? എക്സ്പീരിയൻസ്. കണ്ടോ, അങ്ങനെ ചോദിക്കാം. പിന്നെ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ഒരു ടീച്ചർ ക്ലാസ്സിൽ ഗണിതാശയ രൂപീകരണ ഘട്ടത്തിൽ കുട്ടികളെ ചിത്രങ്ങൾ കാണിക്കുന്നു. ടീച്ചർ ഇവിടെ പ്രയോഗിച്ച എന്താണ് ഗണിതാശയ രൂപീകരണ ഘട്ടം ഏതാണ്? എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ, സിമ്പൽ. ഏതാണ് വരേണ്ടത്? ചിത്രങ്ങൾ കാണിച്ചാൽ പിക്ചർ തന്നെ കേട്ടോ. ചിലർ പിക്ചർ ആണല്ലോ കാണിച്ചത്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ എന്നോർത്ത് ലാംഗ്വേജിലേക്ക് പോയ കുട്ടികളുണ്ട് ആ ഒരു ബാച്ചിൽ. അപ്പോൾ അങ്ങനെ ഓർക്കരുത്. പിക്ചർ കാണിച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കാണിച്ച് വിശദീകരിച്ചു എന്ന് എഴുതിയിട്ടുണ്ടോ അതിനകത്ത്? ഇല്ല. ഇൻ കേസ് പറയാണ്, ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു ആശയം വിശദീകരിക്കാനായിട്ട് എന്താണ് ഒരു ആശയം പഠിപ്പിച്ചതിന് ശേഷം അതിനെ വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? വ്യാഖ്യാനിക്കുന്നു. പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഗണിതാശയ രൂപീകരണ ഘട്ടത്തിൽ ഏത് ഘട്ടമാണ് ഇതിലേക്ക് വരുന്നത്? ELPS. ഏതാ വരേണ്ടത്? അവിടെയാണെങ്കിൽ
ഏത് വരും? വിശദീകരിക്കുക അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ ടീച്ചർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഏത് ആശയ രൂപീകരണമാട്ടോ വരുന്നത്? എക്സ്പീരിയൻസ് ആണോ, ലാംഗ്വേജ് ആണോ, പിക്ചർ ആണോ, സിമ്പിൾ ആണോ? ലാംഗ്വേജ്. കണ്ടോ? അപ്പം ഓരോന്നും ഇതിന്റെ ഫുൾ ഫോം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഓർത്തിരിക്കണം, ആദ്യം കുട്ടികൾക്കൊരു അനുഭവം. എങ്ങനെ അനുഭവം? നേരനുഭവം സൃഷ്ടിക്കണം കേട്ടോ. ആ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ്. ഏതനുഭവം സൃഷ്ടിക്കേണ്ടത്? നേരനുഭവം വേണം സൃഷ്ടിക്കുവാൻ. കണ്ട് ഇവിടെ അടിവരയിട്ട് പറയുന്നുണ്ട് എന്താണ്? കുട്ടികൾക്ക് നമ്മൾ എന്താനുഭവം കൊടുക്കണം? നേരനുഭവം കൊടുക്കണം. അതായത് അവരത് മനസ്സിലാക്കണം. അതിനാണ് നേരനുഭവം എന്ന് പറയുന്നത്. അതിനുശേഷം അവർ മനസ്സിലാക്കിയ കാര്യത്തെ വ്യാഖ്യാനിക്കണം, അഥവാ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യണം. അതിനെ നമ്മൾ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കണം. അതിനുശേഷം സിമ്പൽ ഉപയോഗിച്ച് നമ്മളതിനെ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ 7ാം ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലും നമ്മൾ സിമ്പൽ വൈസ് ആണ് ചെയ്യുന്നത് അല്ലേ? ആ ഒരു രീതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അക്കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ELPS ഇവിടെ കൊണ്ട് തീർന്നു. ഓർത്തിരിക്കണം, ഒരു കുട്ടിയെ ഗണിതാശയം പഠിപ്പിക്കാനായിട്ട് നമ്മൾ ടീച്ചിമാനിലാണ് എഴുതേണ്ട രീതി ഏതാണ്? ELPSിലൂടെ. ആദ്യം എക്സ്പീരിയൻസ് കൊടുക്കണം, അവിടുന്ന് ലാംഗ്വേജിലേക്ക് പോകണം, അവിടുന്ന് പിക്ചർ കാണിക്കണം, അവിടുന്ന് സിമ്പൽ കാണിക്കണം കേട്ടോ. ഈ 4 രീതിയിലൂടെയാണ് നമ്മൾ കുട്ടികളെ എന്ത് പോകേണ്ടത്? ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്. ഇനിയും ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടോ? സമാന്തര വരകൾ എന്ന ആശയം കുട്ടികളിൽ രൂപീകരിക്കുന്നതിന് സമാന്തര വരകളോട് കൂടിയ വസ്തുക്കൾ, ഉപകരണങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാനും കാണുവാനും അനുഭാവിഷ്ടമാക്കാനും ധാരാളം അവസരങ്ങൾ കുട്ടികൾക്ക് നൽകണം. എന്താണ് സമാന്തര വര എന്ന് പറഞ്ഞാൽ? നമ്മുടെ പാരലൽ ലൈൻസ് അല്ലേ? ഒരിക്കലും കൂട്ടിമുട്ടാത്ത ലൈന് പറഞ്ഞ പേരാണ് സമാന്തര വരകൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഏണി എടുക്കുവാണെങ്കിൽ അതിൻ്റെ 2 സൈഡിലെ വരകൾ എന്താണ്? സമാന്തര വരകളാണ്. അല്ലെങ്കിൽ റെയിൽവേ പാളം എന്താണ്? സമാന്തര വരകളാണ്. അവരുടെ ക്ലാസ് മുറിയിലെ ജനലിന്റെ അഴികൾ എങ്ങനെയാണ്? സമാന്തര വരകളാണ്. കണ്ടോ? എന്തെല്ലാം അനുഭവങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെ സമാന്തര വരകൾ എന്ന ആശയം കുട്ടികൾ ഉപയോഗിക്കാൻ സമാന്തര വശങ്ങളോട് കൂടിയ വസ്തുക്കൾ, ഉപകരണങ്ങൾ ഇവ കൈകാര്യം ചെയ്യാനും കാണുവാനും അനുഭവാധിഷ്ഠിതമാക്കാനും ധാരാളം അവസരങ്ങൾ കുട്ടികൾക്കറിയാം. ഇപ്പൊ അവരിയ്ക്കുന്ന ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഡെസ്കിന്റെ 2 ലെന്തും എടുത്തു നോക്കിയേ, രണ്ടും എങ്ങനെയാ പോകുന്നത്? സമാന്തരമായിട്ടല്ലേ പോകുന്നത്. അപ്പോഴേലും കൂട്ടിമുട്ടുവോ? ഇല്ല. അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങി ലൈൻ കമ്പി കാണിക്കാലോ, 2 ലൈൻ കമ്പി എപ്പോഴേലും കൂട്ടിമുട്ടുവോ? ഇല്ല, സമാന്തരമായിട്ട് തന്നെയാണ് പോകുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ പല ആശയങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ആശയങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ജനല് അല്ലേ കാണിച്ചാൽ അതിന്റെ അഴികൾ പോകുന്നത് അല്ലേ? ഡ്രോ ആയിട്ടും കോളം വൈസ് നമ്മൾ നോക്കിയാലും സമാന്തരമായിട്ടുള്ള വരകൾ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലേ? അല്ലെങ്കിൽ ടൈലുകൾ, ക്ലാസ് മുറി ടൈലായിരിക്കത്തില്ലേ? 2 ടൈലുകളുടെ അകലം സമാന്തര വരകളിലല്ലേ പോകുന്നത്. ഉണ്ടോ? എന്തെല്ലാം എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ബുക്ക് തുറക്കാൻ പറയണം, ബുക്കിനകത്തുള്ള ലൈനില്ലേ അതെങ്ങനെയാ പോകുന്നത്? സമാന്തര വരികളായിട്ടാണ് പോകുന്നത്. അവർ ടെക്സ്റ്റ് ബുക്ക് തുറക്കാൻ പറയണം, അതിൻ്റെ അകത്ത് അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ഇതിനകത്ത് നോക്കി, ഇതിനകത്ത് സമാന്തര വരയായിട്ടുണ്ടോ? ഇതൊരു ലൈന്, ഇതൊരു ലൈൻ. കണ്ടോ? സമാന്തരമായിട്ടല്ല പോകുന്നത്. ഈ 2 ലൈൻ കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ പിള്ളേരോട് വിളിച്ച് പറയണം, നിങ്ങൾ ഒരാളെ വിളിച്ച് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു കുട്ടിയെ വിളിച്ച് ബോർഡിലോട്ട് എഴുതിച്ചാൽ മതി. ഒരു അക്ഷരം മോശമുള്ള ഒരു കുട്ടിയെ വിളിച്ച് ബോർഡിലോട്ട് എഴുതിച്ച് 2 ലൈൻ എഴുതി നോക്കി, കൊച്ച് ഇങ്ങനെ എഴുതി ഇങ്ങനെ പോവും, വീണ്ടും ഇങ്ങനെ എഴുതി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് കട്ട് ചെയ്യും. കണ്ടോ? അപ്പോൾ അതാണ് അത് സമാന്തര വരയല്ല. കണ്ടോ? പെട്ടെന്ന് നമുക്ക് ക്ലാസ്സിൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഐഡിയ അതൊക്കെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിങ്ക് ചെയ്യണം അവിടെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ടീച്ചർമാരിൽ എഴുതില്ല. അപ്പോൾ ആലോചിക്കണം, എന്ത് ആശയം കൊടുത്താൽ കുട്ടികൾക്ക് സമാന്തര വരകൾ എന്ന് പറഞ്ഞ ആശയം കിട്ടും, പാരലൽ ലൈൻസ് എന്ന ആശയം കിട്ടും കേട്ടോ. അപ്പം കണ്ടോ, ക്ലാസ് മുറിയിൽ തന്നെ എത്ര അനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം. നമ്മൾ ഓർക്കും വലിയ കോൺസെപ്റ്റ് ആണെന്നില്ലേ? ഒന്നുമില്ല, വളരെ എളുപ്പമായിട്ടുള്ള കോൺസെപ്റ്റായി പറയാം കേട്ടോ. സമാന്തര വരകൾ എന്ന് പറഞ്ഞ ആശയം കുട്ടികളെ രൂപീകരിക്കാൻ എടുക്കണം. സമാന്തര വശങ്ങളോട് കൂടിയ വസ്തുക്കൾ, ഉപകരണങ്ങൾ ഇവ കൈകാര്യം ചെയ്യാനും കാണുവാനും അനുഭവാവിഷ്ടമാക്കാനും ധാരാളം അവസരം കുട്ടികൾക്കാണ്. ഇപ്പം നമ്മൾ കുറേ നേരനുഭവം കിട്ടുന്ന അനുഭവങ്ങൾ പറഞ്ഞില്ലേ, അവരുടെ കയ്യിലുള്ളത് വെച്ച് തന്നെ. അപ്പോൾ ഓർത്തിരിക്കണം, ഇനി നമ്മൾ പറയണം, നിങ്ങളുടെ 2 പെൻസിലുണ്ടോ, നിങ്ങൾ അതിനെ സമാന്തര വരയായിട്ട് വെച്ച് കാണിച്ചേ. അപ്പോൾ എന്നാ എടുക്കുക, അവർ ഡെസ്കിലേക്ക് 2 പേനയും അല്ലെങ്കിൽ 2 പെൻസിൽ എടുത്ത് വെച്ചിട്ട് സമാന്തര വരയെ തമ്മിൽ കൂട്ടിമുട്ടാ വെച്ചാൽ ഏത് ലൈനായി? സമാന്തര വരയായി. കണ്ടോ? പഠിച്ചില്ലേ അവർ പാരലൽ ലൈൻ എന്നാന്ന്? അതിൽ പാരലൽ ലൈൻ വെച്ചാൽ ഒരേ അകലത്തിൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകൾക്ക് പറയുന്ന പേരാണ് സമാന്തര വരകൾ. ആശയം കിട്ടിയില്ലേ? നിങ്ങൾ ഇനി മറക്കുവോ സമാന്തര വര എന്നതെന്ന്? കണ്ടോ? നേരെ അനുഭവം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനിയും അനുഭവം സ്വായത്തമാക്കിയ കുട്ടികളിൽ നിന്നും അവയുടെ ഭാഷാപരമായിട്ടുള്ള പ്രകടനം, വിശദീകരണം, താരതമ്യം, പ്രത്യേകതകൾ കണ്ടെത്താൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതായത് നമ്മളിപ്പം പറയുകയാണ് കണ്ടോ, ഈ 2 അക്ഷരങ്ങൾ എഴുതിയ ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ നോക്കി, ഇവ തമ്മിലുള്ള അകലം, അതായത് ഇവിടെ ഇവർ 2 ലൈൻ എടുത്തുവാണെങ്കിൽ ഇവ തമ്മിലുള്ള അകലം അല്ലേ, ഇങ്ങോട്ടുള്ള അകലവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലവും ഇങ്ങേ അറ്റം വന്നാലും അല്ലേ, ഇതിങ്ങോട്ട് നമ്മൾ നീട്ടി വരച്ചാൽ ഇതിങ്ങോട്ട് നമ്മൾ നീട്ടി വരച്ചാൽ
ഒരേ അകലമായിരിക്കും അല്ലേ? എവിടെ നമ്മൾ അളന്നു നോക്കിയാലും ഈ രണ്ട് ഡിസ്റ്റൻസും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ അനുഭവത്തിലൂടെ സ്വായത്തമാക്കിയതിൽ നിന്നും ഭാഷാപരമായിട്ടുള്ള വിശദീകരണം, അതായത് അതിൻ്റെ ഏത് സൈഡിൽ പോയി അല്ലെങ്കിൽ ഏത് ഭാഗത്ത് പോയി അളന്നാലും രണ്ട് അറ്റങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് ലൈൻ തമ്മിലുള്ള അകലം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കോ വ്യത്യസ്തമായിരിക്കോ? പറഞ്ഞേ, തുല്യമായിരിക്കോ വ്യത്യസ്തമായിരിക്കോ? സമാന്തര വരയുടെ എന്നായിരിക്കും? തുല്യമായിരിക്കും. കണ്ടോ, ആ ഒരു ആശയം കുട്ടികൾ തന്നെ അവിടെ രൂപീകരിച്ചു. ഇനി വരുമ്പോൾ അവരുടെ പ്രത്യേകതകൾ എന്താണ്? പ്രത്യേകത അവ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. അവ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. ഇതെല്ലാം അവർ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവരെ ഏർപ്പെടുത്തുക. അത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടും ചെയ്ത് നോക്കിയാൽ കൂടുതൽ ആ ലൈനെ പറ്റിയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കണ്ടു. അപ്പോൾ അവർ വേണേൽ പറയില്ലേ, ബുദ്ധിയുള്ളവൻ പറയാം അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? കണ്ടോ, ഒരു നേർരേഖ വരച്ചാൽ അതിൻ്റെ ആംഗിൾ ഒന്നെങ്കിൽ 0 ഡിഗ്രി ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അത് 180 അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഓരോരോ കാര്യങ്ങൾ അവർ ഫോം ചെയ്ത് വരുന്നുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങൾ അവിടുന്ന് ഐഡിയ കിട്ടും. അതായത് നമുക്കറിയാം, പ്രൊട്രാക്ടർ നമ്മൾ നേരെ എടുത്ത് വെച്ചാൽ, നേരെ ഒരു വര വരച്ചാൽ അതിൻ്റെ താഴെയുള്ള ആംഗിൾ എത്രയാണ്? ഒന്നെങ്കിൽ അത് 0 ഡിഗ്രി, അല്ല എന്നുണ്ടെങ്കിൽ അത് 180 ഡിഗ്രി. കാരണം ഒരു നേർരേഖയ്ക്ക് രണ്ട് ആംഗിൾ അവിടെ വരും കേട്ടോ. അത് 0 ഡിഗ്രി ആകാം, അല്ലെങ്കിൽ 180 ഡിഗ്രി ആകാം. ഇനിയും എന്താണ് ഈ LI എന്താണ് വേണ്ടത്? സമാന്തര വശങ്ങളുടെയും സമാന്തര വരകളുടെയും ചിത്രങ്ങൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ് പിന്നീട് ചെയ്യേണ്ടത്. അതായത് റെയിൽവേ പാളത്തിൻ്റെ പടമെടുക്കാൻ പറയാം, ലൈൻ കമ്പിയുടെ പടമെടുക്കാൻ പറയാം, ബെഞ്ചിൻ്റെ പടമെടുക്കാൻ പറയാം, വാതിൽ ഒരേ അകലത്തിൽ തുറന്നിട്ടതിൻ്റെ പടമെടുക്കാൻ പറയാം, അവരുടെ ജനലിൻ്റെ അഴികളുടെ പടമെടുക്കാൻ പറയാം, നിലത്ത് പോയി ഒട്ടിച്ചിരിക്കുന്ന ടൈലിൻ്റെ ഫോട്ടോ എടുത്ത് ഒട്ടിക്കാൻ പറയാം. ഉണ്ടോ, അങ്ങനെ സമാന്തരമായിട്ടുള്ള സമാന്തര വശങ്ങളുടെയും സമാന്തര വരകളുടെയും ചിത്രങ്ങൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. സമാന്തര വരകൾ ഉൾപ്പെടുന്ന ധാരാളം ദ്വിമാന, ത്രിമാന, ജാമിതീയ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ ഇവയെക്കുറിച്ചുള്ള ആശയ രൂപീകരണം ദൃഢമാകുന്നു. ഈ ജാമിതീയ ചിത്രങ്ങൾ ഉപയോഗിച്ച് സമാന്തര വര വരയ്ക്കുന്ന ഏതെങ്കിലും ഒരു ജാമിതീയ രൂപം പറയാമോ? നമ്മളിപ്പോൾ പറഞ്ഞതാ. എന്താണ്? നമ്മുടെ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ കുഴപ്പം എന്താണ്? രണ്ട് വശങ്ങൾ തുല്യമാണ്. ഉണ്ടോ, ഈ വശവും തുല്യമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വശവും തുല്യമാണ് അല്ലേ? ഇത് സമാന്തരമായോണ്ടാണ് ഇവ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കുന്നത്. മുകളിലത്തെ വഴിയും താഴത്തെ വഴിയും അല്ലേ, രണ്ട് സൈഡിലത്തെ വഴിയും എന്താണ്? സമാന്തരമായിട്ടുള്ള വരകളാണ്. അതുപോലെ തന്നെ സ്ക്വയർ അല്ലേ, 4 വശങ്ങളും തുല്യമാണ്, 4 വശങ്ങളും എന്താണ്? സമാന്തരമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ദ്വിമാന ത്രിമാന രൂപങ്ങൾ വരയ്ക്കുന്നതിനും ദ്വിമാന എന്ന് പറഞ്ഞാൽ 3D, ദ്വിമാന എന്ന് വെച്ചാൽ 2D, ത്രിമാന എന്ന് പറഞ്ഞാൽ 3D ജ്യാമിതി ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഇവയെക്കുറിച്ചുള്ള ആശയ രൂപീകരണം ദൃഢമാകുന്നു. അപ്പം ഈ എക്സ്പീരിയൻസ് കിട്ടിയ കുട്ടികൾക്ക് അവിടുന്ന് ലാംഗ്വേജ് കിട്ടി, അവിടുന്ന് പിക്ചറായി. ഇനി എന്ത് ചെയ്യണം? സിമ്പൽ കൊടുക്കണം. ഉണ്ടോ, സമാന്തര വരകളെ പ്രതിനിധീകരിക്കുന്ന പ്രതീകങ്ങൾ. എങ്ങനെ സമാന്തര വരയുടെ പ്രതീകങ്ങൾ? നമ്മളിങ്ങനെ 2 വര ഒരുപോലെ വരയ്ക്കണം അല്ലേ? എന്നിട്ട് പാരലൽ എന്ന് നമ്മൾ മേളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ 2 വര അഥവാ പാരലൽ ലെൻസ് മറ്റ് ചിത്രങ്ങൾ പരിചയപ്പെടുകയും ആർജിക്കുകയും ചെയ്യുന്നതിലൂടെ ആശയ രൂപീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ എന്താണ് ഇവിടെ കണ്ടോ? ELPSലൂടെ നമ്മൾ ഈ പറഞ്ഞ സമാന്തര വരകൾ എന്ന ആശയം കുട്ടികളിലേക്ക് നമ്മൾ ഊട്ടിയുറപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ കാര്യം ഇവിടെ ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ തരാം. കുട്ടികളിൽ സങ്കലനം എന്ന് പറഞ്ഞ ആശയം രൂപീകരിക്കുന്നതിന് ELPSലൂടെ എങ്ങനെ കടന്നു പോകാം? ഒന്ന് ആലോചിച്ച് നോക്കി. സങ്കലനം എന്ന് പറഞ്ഞാൽ അഡീഷനാണ് കുട്ടികൾക്ക് മനസ്സിലാകേണ്ടത് അല്ലേ? ആ ഒരു ആശയം കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് ELPSലൂടെ നമുക്ക് എങ്ങനെ കടന്നു പോകാം? ഒന്ന് ആലോചിച്ച് നോക്കി. എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം സങ്കലനം എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കുട്ടികളെ വരുത്താനായിട്ട്? എങ്ങനെ കൊടുക്കാം എക്സ്പീരിയൻസ് കുട്ടികൾക്ക്? ആലോചിച്ച് നോക്കി. കുട്ടികൾക്ക് സങ്കലനം എന്ന് പറഞ്ഞ ആശയം കുട്ടികളിലേക്ക് എത്തണം. അവിടെ നമ്മൾ കുട്ടികളിൽ എങ്ങനെ എക്സ്പീരിയൻസ് കൊടുക്കാം? വളരെ എളുപ്പമല്ലേ? കുട്ടികളുടെ എല്ലാവരുടെയും കയ്യിൽ എന്ത് കൊടുക്കണം? 1ാം ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന വെച്ചാൽ 1ാം ക്ലാസ്സിലുള്ളവരാണ് എങ്ങനെ പല രീതിയിലൂടെ 10 ആക്കാം. 2 8 കൂട്ടിയ 10 ആണ്, 3 7 കൂട്ടിയ 10 ആണ്, 6 4 കൂട്ടിയ 10 ആണ്, 5 5 കൂട്ടിയ 10 ആണ്, 1 9 കൂട്ടിയ 10 ആണ്. എന്നിങ്ങനെ പല ആശയങ്ങളുണ്ട് കേട്ടോ. അതിനെ എങ്ങനെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഊട്ടിയുറപ്പിക്കാം? 10 കല്ല് വെച്ച്, അല്ലെങ്കിൽ 10 മഞ്ചാടിക്കുരു, അല്ലെങ്കിൽ 10 കുന്നിക്കുരു, അങ്ങനെ എന്തെങ്കിലും 10 സാധനങ്ങൾ കുട്ടികളോ, അല്ലെങ്കിൽ 10 മുത്തുകൾ. ഈ കുന്നിക്കുരു ഒക്കെ കൊടുക്കുക ശ്രദ്ധിക്കണം. പിള്ളേരൊക്കെ ചെറുതാണ്, അതിൻ്റെ അടുത്ത് വായിലും മൂക്കിലും ഒക്കെ കയറ്റാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി ഇച്ചിരി വലിയ ഒബ്ജക്റ്റ്, ഇച്ചിരി വലിയ മുത്തുകളൊക്കെ കൊടുത്താൽ അത്ര വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ 10 ഈർക്കലോ, അല്ലെങ്കിൽ 10 പെൻസിലോ, 10 സ്കെച്ചോ, 10 ക്രയോണോ, അങ്ങനെ എന്ത് വേണേൽ കൊടുക്കാം. 10 ഒബ്ജക്റ്റ് ഓരോരുത്തരും കൈ കൊടുക്കുക. അല്ലെങ്കിൽ 10 ഈർക്കൽ വീട്ടിൽ നിന്ന് ഒരേ നീളത്തിൽ ഒടിച്ചുകൊണ്ട് വരാൻ നമ്മൾ പറഞ്ഞാൽ മതി. ആ 10 എന്ന് പറഞ്ഞ ആശയം അവരുടെ കുട്ടിയിലേക്ക് മനസ്സിലേക്ക് എത്തും. എന്ത് പറയണം?
നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ 10 എണ്ണം ഉള്ളത് അല്ലേ, എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കാൻ പോവാം. ഈ 10 എന്ന് പറഞ്ഞ ആശയം കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തിക്കണം. അതിന് നമ്മൾ എടുക്കണം, നിങ്ങളുടെ കയ്യിൽ എത്ര ഈർക്കിലി ഉണ്ട് എന്ന് എണ്ണാൻ പറയണം. അപ്പോൾ ഒരെണ്ണം 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞെണ്ണം. അവിടെ കുട്ടികൾക്ക് എന്തായി, എക്സ്പീരിയൻസ് ആയി. 10 എന്ന് പറഞ്ഞാൽ രാവിലെ 2 അക്ക നമ്പർ ആണെന്നും ഒരക്ക നമ്പർ അവസാനിക്കുന്നത് 9 തരാമെന്നൊക്കെയുള്ള കോൺസെപ്റ്റ് അവിടെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി കടന്നു വരും. അതിനെ നമ്മൾ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പോൾ പറയുവാണ്, നിങ്ങളതിനെ 2 കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. ചിലരുടെ 3 കാണും, ചിലരുടെ ഒരു കൈ 4 കാണും, ചിലരുടെ 4 6 ആയിരിക്കും, ചിലരുടെ 5 5 ആയിരിക്കും, ചിലരുടെ 8 2 ആയിരിക്കും, ചിലരുടെ 9 1 ആയിരിക്കും, ചിലരുടെ 10 0 ആയിരിക്കും അല്ലേ. ഇപ്പോൾ പല ആശയങ്ങളും ഒരു ക്ലാസ് തന്നെ വന്നില്ലേ. എന്നിട്ട് നമ്മൾ പറയണം എല്ലാവരുടെയും കയ്യിലുള്ള ഓരോരുത്തരും ഒന്ന് കാണിക്കാൻ പറയണം. അപ്പോൾ ഒരാൾ പറയും എൻ്റെ ഇടത്തെ കയ്യിൽ 2 വലത്തെ കയ്യിൽ 8 ഉണ്ട്. വേറൊരു കൊച്ചു എന്ന് പറയും എൻ്റെ ഇടത്തെ കയ്യിൽ 6 വലത്തെ കയ്യിൽ 4 ഉണ്ട് അല്ലേ. വേറൊരു കൊച്ചു എന്ന് പറയും എൻ്റെ ഇടത്തെ കയ്യിൽ 5 വലത്തെ കയ്യിലും 5. മറ്റൊരു കൊച്ചു എന്ന് പറയും എൻ്റെ ഇടത്തെ കയ്യിൽ 9 എണ്ണം ഉണ്ട്, വലത്തെ കയ്യിൽ 1 ഉണ്ട്. വേറൊരു കൊച്ചു പറയും എൻ്റെ ഇടത്തെ കൈ മാത്രമാണ് 10 എണ്ണം ഇരിക്കുന്നത്, വലത്തെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ നോക്കിക്കേ, എല്ലാവരുടെയും തുല്യം വെച്ചാൽ എത്രയാ, മൊത്തം വരുന്ന എത്രയേ ഉള്ളൂ, 10 ഉള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ആശയം കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ പിക്ചർ വൈസ് നമ്മൾ ചെന്നു. അടുത്ത സിമ്പിളാണ്. ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂട്ടി യോജിപ്പിക്കാൻ പോവാണ്. 1ഉം 9ഉം കൂട്ടിയാൽ എന്നാ കിട്ടും, 10 കിട്ടും. 2ഉം 8ഉം കൂട്ടിയാൽ എന്നാ കിട്ടും, 10 കിട്ടും. 3ഉം 7ഉം കൂട്ടിയാൽ എന്നാ കിട്ടും, 10 കിട്ടും അല്ലേ. 4ഉം 6ഉം കൂട്ടിയാൽ എന്നാ കിട്ടും, 10 കിട്ടും. ഉണ്ടോ? 5ഉം 5ഉം കൂട്ടിയാൽ എന്നാ കിട്ടും, 10 കിട്ടും. ഇനിയും 10ഉം 0ഉം കൂട്ടിയാൽ എന്നാ കിട്ടാൻ പോകുന്നേ, 10 കിട്ടുന്നത്. ഉണ്ടോ? അപ്പോൾ കുട്ടികൾക്ക് എല്ലാ ആശയം കിട്ടി, ശരിയല്ലേ. അവർ തന്നെയാണ് ഫോം ചെയ്തത്, അവർ തന്നെ ക്ലാസ്സിൽ അവതരിപ്പിച്ച്, അവർ തന്നെയാണ് പഠിച്ചത്, അവർ തന്നെയാണ് പറഞ്ഞത്. 2 കയ്യിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുപ്പിച്ചെന്നേ ഉള്ളൂ അല്ലേ. അല്ലാതെ നമ്മൾ ഈ കിടന്ന് വായിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കണ്ടോ, എക്സ്പീരിയൻസ് വഴി ലാംഗ്വേജിലൂടെ വന്നു, പിക്ചറിലൂടെ വന്നു, സിമ്പലിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അപ്പോൾ എന്ത് പെട്ടെന്ന് നമ്മുടെ കോൺസെപ്റ്റ് തീർന്നവിടെ. കണ്ടോ, ഇങ്ങനെ പല ആശയങ്ങളും നമുക്ക് കുട്ടികളുടെ രീതിയിലേക്ക്, ഗണിതത്തിലുള്ള എല്ലാ ആശയങ്ങളും തന്നെ ഈ പറഞ്ഞ ELPSലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. ഐഡിയ കിട്ടിയോ? എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന്? സോ എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ, സിമ്പിളിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്, പഠിപ്പിക്കേണ്ടത്. മനസ്സിലായോ? കിട്ടിയോ? ഐഡിയ കിട്ടിയോ? മനസ്സിലാത്തവരുണ്ടോ ഇനിയും? സോ ഈ കാര്യം ഓർത്തിരിക്കണം. ഇതിനുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ് കേട്ടോ. കാരണം ഇത് ഈ പറഞ്ഞ ഒരുപാട് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. ഈ പറഞ്ഞ ഗണിതാശയ രൂപീകരണം എങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കാമെന്ന് അതിനും ഫൈനലൈസ്ഡ് ചെയ്ത് എന്താണ് പ്രാക്ടിക്കലി നമ്മൾ സോൾവ് ചെയ്തെടുത്ത രീതിയാണ് ഈ പറഞ്ഞ ELPS. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രാധാന്യം ആ ഒരു രീതി അർഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ, സിമ്പിളിലൂടെയാണ് കുട്ടികൾക്ക് ഗണിതാശയ രൂപീകരണം നടക്കേണ്ടതെന്ന് ഓർത്തിരിക്കണം. ഐഡിയ കിട്ടിയോ? മനസ്സിലായോ ELPS എന്നതാന്ന്? ഇങ്ങനെ ഏതൊരാശയം നമുക്ക് കുട്ടികളെ കൊണ്ട് തന്നെ എന്താക്കി എടുപ്പിക്കാം, ഫോം ആക്കി എടുപ്പിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടാണ്, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 10 എണ്ണം നിങ്ങളോട് പിറ്റേ ദിവസം ഓടിച്ചുകൊണ്ട് വരുമ്പോൾ നാളെ കണക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് കണക്കാണെങ്കിൽ നേരെ അനുഭവം നിങ്ങൾക്കും വരുത്തി തരും. കാരണം ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതിനകത്തിനാണ്, ക്ലാസ് റൂമിൽ പോയി അപ്ലൈ ചെയ്യാൻ അല്ലേ. പെഡഗോഗി നമ്മൾ പഠിക്കുന്നത് ക്ലാസ് മുറിയിൽ പോയി അപ്ലൈ ചെയ്യാനാണ്. സോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് മുറിയിൽ ചെന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം. വർക്കൗട്ട് ആവുകയില്ലയോ എന്ന്. 100% വർക്കിംഗ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പറയുകയാണ്, 100% വർക്കിംഗ് കേട്ടോ. എത്ര കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ്സിൽ 29 പിള്ളേരുണ്ട്. ഇപ്പോൾ 29 പിള്ളേരുടെ ഇടയ്ക്കിൽ ഈ ഒരു കാര്യം നമ്മൾ കൊടുത്താൽ പിള്ളേർ സ്വയമേ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ 2ലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ കുട്ടികൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടൈം സേവിങ്ങുമാണ്. കുട്ടികൾ കോൺസെപ്റ്റ് പടപടയെന്ന് ക്യാച്ച് ചെയ്യുകയും ചെയ്യും. വളരെ പണ്ടത്തെ ആ ഒരു രീതിയില്ലേ, ഈ ഗിവ് ആൻഡ് ടേക്ക് പോളിസി അവിടെ വരുന്നുമില്ല. അവരൊരു അനുഭവങ്ങളിലൂടെ അവർ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും കേട്ടോ. അതാണ് ഇവിടെ വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഇതുപോലുള്ള കാര്യങ്ങൾ പോയി ട്രൈ ആയിട്ട് നോക്കുക. അടുത്താണ് ഗണിത പഠന രീതികൾ. ഇപ്പോൾ നമ്മൾ പഠിച്ച ELPS എന്ന് വെച്ചാൽ ഗണിത ആശയ രൂപീകരണ ഘട്ടമാണ്. അടുത്തത് ഗണിത പഠന രീതികൾ എന്തൊക്കെയാണ്? ഇതിൽ നിന്നും ചോദ്യം വരണം, ഷുവറായിട്ട് ചോദിക്കുക ഈ പറയുന്ന ഒരെണ്ണത്തിൽ നിന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഗണിത പഠന രീതികളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1, ആശയങ്ങൾ, തത്വങ്ങൾ, നിർവചനങ്ങൾ തുടങ്ങിയവയുടെ ബോധനത്തിനായി ഉപയോഗിക്കുന്ന രീതികൾ. അതായത് ആഗമന രീതിയോ നിഗമന രീതിയോ നമുക്ക് ഉപയോഗിക്കാം. മിക്കപ്പോഴും ചോദ്യമുള്ള ഒരു പാട്ടാണ് ഈ പറഞ്ഞ ആഗമന രീതി, നിഗമന രീതി എന്നതാണ്. പിന്നെയുള്ള രണ്ടാമത്തെയാണ് പ്രശ്ന നിർദ്ധാരണത്തിനെ പ്രയോജനപ്പെടുത്താൻ രീതികൾ. അപഗ്രഥന, ഉദ്ഗ്രഥന രീതികൾ. ഇനി 3ാമത്തെ പാട്ടാണ്
സങ്കീർണമായതോ ദൈർഘ്യമേറിയതോ ആയ ഗണിതാശയ രൂപീകരണത്തിനും പ്രശ്നപരിഹാരത്തിനും നടത്തുന്നതിനു വേണ്ടി പ്രയോജനപ്പെടുത്താം. അത് നമുക്ക് വലിയ ക്ലാസ്സിലേക്കാണ് വരുന്നത്. ഗവേഷണ രീതി, പ്രൊജക്ട് രീതി, പരീക്ഷണ രീതി, ഹ്യൂറിസ്റ്റിക് മെത്തേഡൊക്കെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗണിത പഠന രീതികൾ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. ഒന്ന്, ആശയങ്ങളും തത്വങ്ങളും നിർവചനങ്ങളും ഒക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആഗമന രീതി അല്ലെങ്കിൽ നിഗമന രീതി. രണ്ടാമത്, പ്രശ്ന നിർദ്ധാരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അപഗ്രഥന, ഉദ്ഗ്രഥന രീതികൾ. മൂന്നാമത്തേത്, സങ്കീർണമായതോ ദൈർഘ്യമേറിയതുമായ പ്രശ്നങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രൊജക്റ്റ് ആകാം, അസൈൻമെൻ്റ് ആകാം, ഗവേഷണ റിസർച്ച് ആകാം, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് പരീക്ഷണ രീതിയാകാം. ഇതാണ് മൂന്നായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിലെ പ്രധാന ആശയങ്ങൾ വരുന്നതാണ് ഒന്നാമത്തേതിനകത്തുള്ളതാണ് ആഗമന രീതി, അതുപോലെ തന്നെ നിഗമന രീതികൾ. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. ഇവിടെയുണ്ട് കണ്ടോ, ആഗമന രീതി എന്നതാണെന്ന് ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ആഗമന രീതി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇവിടെ കണ്ടോ, മൂർത്തമോയോ അല്ലെങ്കിൽ മൂർത്തമോ അമൂർത്തമോമായ ഉദാഹരണങ്ങളുടെ കടന്നുപോയി പൊതുവായ രീതിയിൽ എത്തിച്ചേരുന്നതാണ് ആഗമന രീതിയുടെ പ്രത്യേകത. ഈ ഒറ്റ ലൈൻ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്താണ്? മൂർത്തമോ അമൂർത്തമോ ആയ ആശയങ്ങളെ ഉദാഹരണങ്ങളിലൂടെ കടന്നുപോയി ഒരു പൊതുതത്വത്തിലേക്ക് എത്തുന്നതാണ് ആഗമന രീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സാമ്പിൾ ടു പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉദാഹരണങ്ങൾ കൊടുത്ത് എങ്ങോട്ട് വരും? ഒരു പ്രൂഫിലേക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ, എത്തിച്ചേരും. അപ്പോൾ ഓർത്തിരിക്കണം, എന്താണ് ആഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ എക്സാമ്പിളിൽ നിന്നും എങ്ങോട്ട് വരും? നമ്മൾ ഒരു പ്രൂഫിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഓർത്തിരിക്കണം, എക്സാമ്പിളിൽ നിന്നും എങ്ങോട്ടാണ്? പ്രൂഫിലേക്കാണ്, അല്ലെങ്കിൽ ഉദാഹരണങ്ങളിൽ നിന്നും നമ്മൾ എങ്ങോട്ട് വരും? ഒരു പൊതു തത്വത്തിലേക്ക് നമ്മൾ വരുന്നതിന് പറയുന്ന പേരാണ് ആഗമന രീതി എന്ന് പറയുന്നത്. സോ ആഗമന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണങ്ങളിൽ നിന്നും പൊതു തത്വത്തിലേക്ക് വരുന്നതാണ് ആഗമന രീതിയുടെ പ്രത്യേകത. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് കണ്ടോ. എന്താണ്? ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പം നമ്മൾ കുട്ടികളോട് പറയുകയാണ്, ഇത് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ്. നമ്മൾ കുട്ടികളോട് പറയുകയാണ്, നമ്മൾ മുമ്പേ ഉപയോഗിച്ചില്ലേ ആഗമന രീതി? ഏത് രീതിയാണ്? ഇവിടെ 9 1 10, 8 2 10, 7 3 10, 6 4 10, 5 5 10, 10 0 10. അത് ഏത് രീതിയാണ്? ഏത് രീതിയിലുള്ള കുട്ടികൾ നമുക്ക് ഉത്തരം 10 കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ്? അതൊരു ആഗമന രീതിയാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ. എന്ന് പറഞ്ഞ പോലെ ധാരാളം ഉദാഹരണങ്ങൾ കൊടുത്ത് ഒരു പൊതു തത്വത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് എന്ത്? ആഗമന രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ആഗമന രീതി എന്ന് വെച്ചാൽ ഇത്ര ഓർത്തിച്ചാൽ മതി. എന്താണ്? എക്സാമ്പിളിൽ നിന്ന് നമ്മൾ പ്രൂഫിലേക്ക് വരണം. ധാരാളം ഉദാഹരണങ്ങൾ കൊടുത്ത് ഒരു പൊതു തത്വത്തിലേക്ക് എത്തുന്നതാണ് ആഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഇൻഡക്റ്റീവ് മെത്തേഡ് മലയാളത്തിലുണ്ട്, മാത്സിലുണ്ട്, ഗണിതത്തിലുണ്ട്, സൈക്കോളജിയിലുണ്ട് കേട്ടോ. ഈ ഒരു വാക്ക് തന്നെ എല്ലായിടത്തും കേൾക്കും കേട്ടോ. എല്ലാം ഇത് തന്നെയാണ്. എക്സാമ്പിൾ കൊടുക്കുക, ഒരു പ്രൂഫിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഓർത്തിരിക്കണം, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങളിൽ നിന്നും പൊതുത്തിലേക്ക് എത്തുക. ഇതിനകത്തൊരു എക്സാമ്പിൾ ഉണ്ട്, വായിച്ചു നോക്കി. ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 ആയിരിക്കും. വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ നമ്മൾ ഉരുത്തിരിച്ച് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ത്രികോണങ്ങളുടെ എന്താണ് സൈഡ് അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ അല്ലേ? ത്രികോണത്തിനകത്തുള്ള കോണുകളുടെ തുക എത്രയാണെന്ന്. വളരെ എളുപ്പമാണ്. കുട്ടികളോട് പറയുക ക്ലാസ്സിൽ, ഇപ്പോൾ 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളോട് പറയുക 10 ത്രികോണം നിങ്ങൾ വെട്ടിയെടുക്കാൻ പറയാം. അപ്പോൾ ഞാൻ വെട്ടിയെടുത്ത ത്രികോണത്തിൻ്റെയും നിങ്ങൾ വെട്ടിയെടുക്കുന്ന ത്രികോണത്തിൻ്റെയും എല്ലാത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ശരിയല്ലേ? അതിനുശേഷം കുട്ടികളോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ ത്രികോണത്തിൻ്റെ 3 മൂലകളും ഇങ്ങനെ റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കണ്ടോ. ഇങ്ങനെ റാ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയും. എല്ലാ കുട്ടികളും അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ത്രികോണങ്ങളാണ്. വ്യത്യസ്തമായിട്ട് അവരിങ്ങനെ റാ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ പറയുകയാണ്, ഈ കട്ട് ചെയ്തെടുത്ത പാർട്ടിനെ നിങ്ങൾ ഒരുമിച്ച് വെക്കാൻ പറയും. കണ്ടോ, ഒരുമിച്ച് വെക്കുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ നമ്മുടെ ഒരു പൊട്രാക്ടിൻ്റെ ഷേപ്പിലേക്ക് വരും അല്ലേ? ഇങ്ങനെ അത് ഷേപ്പ് അവർക്ക് കിട്ടും. കട്ട് ചെയ്തതിനെ എല്ലാം വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അല്ലെ നിങ്ങൾ വീട്ടിലും ചെയ്ത് നോക്കിയോ, ഇപ്പോൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിയോ. ഒരു ത്രികോണം നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ നിന്ന് ത്രികോണം കീറാൻ എളുപ്പമല്ലേ? ഒരു ബുക്ക് എടുക്കുക, ബുക്കിൻ്റെ ഒരു കോണിൽ വെക്കുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടുക്കൂടി വെച്ച് തൊട്ടിപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സ്കെയിൽ വെച്ച് വരച്ചാൽ അത് നമുക്ക് ത്രികോണത്തിൻ്റെ മോഡൽ കിട്ടും. ഇപ്പോൾ ഇതൊരു പേപ്പറാണെങ്കിൽ കണ്ടോ, ഇതൊരു പേപ്പറിൻ്റെ എൻഡ് അല്ലേ? ഇതൊരു പേപ്പറിൻ്റെ എൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ എൻഡ് വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് കീറി എടുത്താൽ മതി. കണ്ടോ, ഒരു ത്രികോണമായില്ലേ? എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റവും എന്ത് ചെയ്താൽ മതി? കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് എന്തായി? ത്രികോണത്തിൻ്റെ 3 മൂലകളായി. ഈ 3 മൂലകളെ ഒരുമിച്ച് വെച്ചാൽ ഒരു പൊട്ടാക്ടറിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് വരാൻ പറ്റും. അത് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത്
180 ഡിഗ്രിയാണ്. കാരണം ഒരു പ്രൊട്രാക്ടറിൻ്റെ മുഴുവൻ കോണളവ് എത്രയാണ്? 180. അല്ലെങ്കിൽ ഒരു നമ്മൾ പറയത്തില്ല ഒരു വൃത്തത്തിൻ്റെ പകുതി. ഒരു വൃത്തത്തിൻ്റെ പകുതി എത്രയാണ്? 180 ഡിഗ്രിയാണ് വരേണ്ടത്. കണ്ടോ? അപ്പം പല കുട്ടികളും അളന്നെടുത്ത ത്രികോണം വേറെയായിരുന്നു, പല അവരുടെ കോണളവും വേറെയായിരുന്നു. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 180 എല്ലാവർക്കും കിട്ടി. അപ്പോൾ എന്താണ്? ഉദാഹരണങ്ങൾ കൊടുത്തു, കുട്ടികൾ തന്നെ ചെയ്തു, പൊതുത്വത്തിലേക്ക് എത്തി. എന്താണ്? ആന്തരിക കോണുകളുടെ തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. കണ്ടോ കോൺസെപ്റ്റ് എന്ത് പെട്ടെന്ന് ക്ലിയർ ആയെന്ന്? അല്ലാതെ നമ്മൾ ഈ കിടന്ന് ചിലക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പോൾ കണ്ടോ, 4-5 കുട്ടികൾ ത്രികോണങ്ങൾ നൽകുന്നു. ഓരോ ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക അവർ അളന്നെഴുതി. തുക കാണത്തെ. തുക 180 ആണെന്ന് കുട്ടികൾ സ്വയമേ കണ്ടെത്തുന്നു. അതിൽ എളുപ്പമുള്ള പ്രവർത്തനമാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇവിടെ പറഞ്ഞത് ഓരോ കോണങ്ങളും അളന്നിട്ട് അവർ എന്നാ എഴുതി വെച്ചാൽ എത്ര കിട്ടും? 180 കിട്ടും. പക്ഷേ ഇച്ചിരി ആക്ടിവിറ്റി ഓറിയൻറ്റായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ. കുട്ടികൾ ഈ ഉറക്കം തൂങ്ങാതെയൊക്കെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്തതാണ് ഇവിടെ പറഞ്ഞാണ്ടോ ഡിഫക്റ്റീവ് നമ്പേഴ്സ് പഠിപ്പിക്കാൻ, അതുപോലെ തന്നെ അബണ്ടന്റ് നമ്പേഴ്സ് പഠിപ്പിക്കാൻ, അതായത് നമ്മുടെ സമൃദ്ധ സംഖ്യകളൊക്കെ പഠിപ്പിക്കാനായിട്ടുള്ള എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആഗമന രീതി ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയുള്ളൂ. എക്സാമ്പിൾ വൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പം എക്സാമ്പിൾ വന്ന പ്രൂഫിലേക്ക് നമ്മൾ എത്തുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് ആഗമന രീതി എന്ന് പറയുന്നത്. ഇനിയും അടുത്തതാണ് നിഗമന രീതി. എന്താണ് നിഗമന രീതി? ഈ ആഗമന രീതിയുടെ നേരെ തിരിച്ചിട്ടാൽ മതി. ആഗമന രീതിക്ക് എന്തായിരുന്നു പറഞ്ഞത്? എക്സാമ്പിളിൽ നിന്നും നമ്മൾ അങ്ങോട്ട് വരണം, പ്രൂഫിലേക്ക് വരണം. അപ്പം നിഗമന രീതി എങ്ങനെയായിരിക്കും? ആദ്യം ഒരു പ്രൂഫ് പറയും, അല്ലെങ്കിൽ പൊതുതത്വം ആദ്യം പറയും. ആ പൊതുതത്വത്തിൽ നമ്മൾ അങ്ങോട്ട് പോകും, ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, പ്രൂഫിൽ നിന്നും എക്സാമ്പിളിലേക്ക് നമ്മൾ പോകുന്ന രീതിക്ക് പറയുന്ന പേരാണ് നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം കേട്ടോ, പൊതുതത്വം, നിർവചനം, സൂത്രവാക്യം തുടങ്ങിയ ഗണിതാശയങ്ങൾ പ്രസ്താവിക്കുകയും അത് ശരിയാണെന്ന് ഉദാഹരണങ്ങളിലൂടെ കണ്ടെത്തുകയും ചെയ്യുകയാണ് നിഗമന രീതിയുടെ സവിശേഷത എന്ന് പറയുന്നത്. കണ്ടോ, എന്താണ്? ആദ്യമേ നമ്മൾ എന്ത് കൊടുക്കും? ഒരു ഉദാഹരണങ്ങളിൽ ഒരു പൊതുതത്വം കൊടുക്കും. തത്വം കൊടുത്തിട്ട് അവിടുന്ന് ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ഈ പറഞ്ഞ നിഗമന രീതി. അപ്പോൾ ഓർത്തിരിക്കണം, ആഗമന രീതി എന്ന് പറഞ്ഞാൽ എക്സാമ്പിളിൽ നിന്നും പ്രൂഫിലേക്ക് അല്ലെങ്കിൽ ഉദാഹരണങ്ങളിൽ നിന്നും പൊതുത്വത്തിലേക്കാണ് ആഗമന രീതിയുടെ പ്രത്യേകത. നിഗമന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രൂഫ് നമ്മൾ ആദ്യം കൊടുക്കും, പൊതുതത്വം ആദ്യം കൊടുക്കും, അതിനുശേഷം നമ്മൾ എങ്ങോട്ട് പോകും? എക്സാമ്പിളിലേക്ക് നമ്മൾ കടന്നു പോകും കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പറയുകയാണ്, നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്നാ? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്നാ? ഒരു ത്രികോണത്തിൻ്റെ എന്താണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാ? എത്രയാ? ഹാഫ് BH അല്ലേ? അതൊരു പൊതുതത്വം അല്ലേ? ഒരു പ്രൂഫ് അല്ലേ? ആ പ്രൂഫിൽ നിന്ന് എക്സാമ്പിളിലേക്ക് പോകാൻ എടുക്കണം. നമ്മൾ പറയുകയാണ് ഈ കൊടുത്തിരിക്കുന്ന ത്രികോണത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു ത്രികോണമാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 5 ആണെങ്കിൽ ഇതിൻ്റെ ബേസ് ലെന്ത് 10 ആണെന്നിരിക്കട്ടെ. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിനെടുക്കും ഹാഫ് BH കൊടുക്കും. അപ്പോൾ ഹാഫ് ഇൻറ്റു, നമുക്ക് ഓൾറെഡി പ്രൂഫ് ഉണ്ടല്ലോ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസിൽ നിന്ന് എത്രയാണ്? 10 ഇൻറ്റു ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 5 നമ്മൾ ചെയ്യും അല്ലേ? 10 2 തമ്മിൽ വെട്ടിയാൽ 5 കിട്ടും. സോ 5 × 5 25 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് എന്നാ കിട്ടും? ഇതിൻ്റെ ഏരിയ നമുക്ക് അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടോ, എന്താണ്? ഒരു പ്രൂഫ് നമുക്ക് ഓൾറെഡി ഉണ്ട്. എന്താണ്? ഹാഫ് BH അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ ഇക്വേഷനാണ് ഹാഫ് BH. അല്ലെങ്കിൽ ഒരു പൊതുതത്വം അല്ലെങ്കിൽ ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു സൂത്രവാക്യം ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നമ്മൾ എന്നാ എടുക്കണം? എക്സാമ്പിളിലേക്ക് നമ്മൾ പോകുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് നിഗമന രീതി എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, എന്താണ്? ഒരു പൊതുതത്വം തന്നത് അവിടുന്ന് നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? നിഗമന രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ കൊച്ചു ക്ലാസ്സിലാണെങ്കിൽ ഇപ്പം ഞാൻ പറയാണ്, ഏതൊരു 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. ശരിയാണോ? ഏതൊരു 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. അതൊരു എന്താ പറയുന്നത്? നമ്മളൊരു പ്രൂഫാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പൊതുതത്വമാണ് പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ ഒരു നിർവചനമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ പറഞ്ഞെന്താണ്? ഏതൊരു 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ശരിയാണോ എന്ന് എങ്ങനെ നോക്കും? ഒരു ഒറ്റ സംഖ്യ ആരെങ്കിലും ടൈപ്പ് ചെയ്തേ? ഒരൊറ്റ സംഖ്യ, ഇഷ്ടമുള്ള ഒരൊറ്റ സംഖ്യ ടൈപ്പ് ചെയ്തു.
ഇഷ്ടമുള്ളൊരു ഒറ്റ സംഖ്യ ടൈപ്പ് എനി ഓഡ് നമ്പർ, ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യ ടൈപ്പ് ചെയ്യും. ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ ഒരൊക്കെ നമ്പർ, ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യ ടൈപ്പ് ചെയ്തേ. ടൈപ്പ് ചെയ്തു. 7. ഓക്കെ, രണ്ടൊറ്റ സംഖ്യ വേണം. ഇനി മറ്റൊരു ഒറ്റ സംഖ്യ പറഞ്ഞേ, ഇഷ്ടമുള്ളവരണം പറഞ്ഞു. ഒറ്റ സംഖ്യ, മറ്റൊരു ഒറ്റ സംഖ്യ പറ. അതിലോട്ട് പറഞ്ഞു 5. രണ്ടോട് കൂട്ടി നോക്കിയേ. രണ്ടൊറ്റ സംഖ്യകളുടെ തുക എപ്പോഴും എന്നാ ഇരട്ട സംഖ്യ ആയിരിക്കും. നമ്മൾ പ്രൂഫ് പറഞ്ഞല്ലേ, 7 5 എത്രയാ 12. കണ്ടോ, രണ്ടൊറ്റ സംഖ്യകൾ കൂട്ടി 12 കിട്ടി. ഇനിയും വേറൊരൊറ്റ സംഖ്യ പറഞ്ഞേ, വേറൊരൊറ്റ സംഖ്യ പറയണം. ഇപ്പോൾ ഒന്നൊരൊറ്റ സംഖ്യ അല്ലേ, 3 ഒരൊറ്റ സംഖ്യ ശരിയല്ലേ. 1 3 കൂട്ടിയാൽ എത്രയാണ്, നമുക്കൊരു ഇരട്ട സംഖ്യ കിട്ടും. ഇനിയും മറ്റു രണ്ട് ഇരട്ട സംഖ്യ നിങ്ങൾ റാണ്ടമായിട്ട് എടുത്തോ. 11 ഒരൊറ്റ സംഖ്യ അല്ലേ, 23 മറ്റൊരൊറ്റ സംഖ്യ അല്ലേ. തമ്മിൽ കൂട്ടിയാൽ എത്രയാ, 20 10 30, 3 1 4 അല്ലേ. അപ്പോൾ 34 നമുക്ക് കിട്ടിയ എന്താണ്, ഒരു ഇരട്ട സംഖ്യ കിട്ടി. അപ്പോൾ എന്താണ് കണ്ടോ, ഏത് രണ്ടൊറ്റ സംഖ്യകളുടെയും തുക എപ്പോഴും എന്തായിരിക്കും, ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. ചോദ്യമാ കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം. ഇങ്ങനെ ഒരു പൊതുതത്വം തന്നിട്ട് അവിടെ നമുക്ക് എങ്ങോട്ട് പോകാം, എക്സാമ്പിൾ ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ശരിയല്ലേ. ഇത് തീരാൻ പോകുന്നുണ്ടോ, എപ്പോഴേലും ഈ ഒരു എക്സാമ്പിൾ തീരുവോ, ഇല്ല. ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കും അല്ലേ. വേറെണ്ണം പറഞ്ഞാൽ കണ്ടോ, 5 5 9 കൂട്ടിക്കേ, 5 9 കൂട്ടിക്കേ, രണ്ടു ഒറ്റ സംഖ്യകളല്ലേ. രണ്ടൊറ്റ സംഖ്യ കൂട്ടുമ്പോൾ 9 5 14 നമുക്ക് കിട്ടുന്ന ഒരു ഈവൻ നമ്പറാണ് അല്ലേ. രണ്ട് ഓഡ് നമ്പർ എപ്പോൾ കൂട്ടിയാലും whenever we add two odd numbers every time we get an even number അല്ലേ. എപ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ്, ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഓർത്തിരിക്കണം. ഇതൊക്കെ നമുക്ക് ക്ലാസ് മുറിയിൽ പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. ഓരോ കുട്ടികളോട് ഓരോ എക്സാമ്പിൾ വെച്ച് പറയാൻ പറഞ്ഞാൽ മതി. ഒരാളെടുത്ത എക്സാമ്പിൾ മറ്റേ ആൾ എടുക്കില്ലെന്ന് പറയണം. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് കൂട്ടാൻ പഠിക്കും, ഒറ്റ സംഖ്യ എന്നാന്ന് പഠിക്കും, ഇരട്ട സംഖ്യ എന്നാന്ന് പഠിക്കും. കണ്ടോ, ഒരുപാട് കോൺസെപ്റ്റ് അതിനകത്തോടെ കുട്ടികൾ കടന്നു പോകും. അപ്പം നിഗമന രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രൂഫിൽ നിന്നും എങ്ങോട്ട് പോകണം, എക്സാമ്പിളിലേക്ക് പോകണം. പക്ഷേ ആഗമന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാമ്പിൾ കൊടുത്ത് പ്രൂഫിലേക്ക് വരണം. ഇതൊരു ആഗമന രീതി കൂടിയാണ് അല്ലേ. ഇങ്ങനെ എക്സാമ്പിൾ കൊടുത്ത് നമുക്ക് പ്രൂഫിലേക്കാണെങ്കിലും വരാം കേട്ടോ. തിരിച്ചും പോകാം മറിച്ചും പോകാം കേട്ടോ. ആഗമന രീതിയുടെ വേറെ ഉദാഹരണങ്ങൾ ഇതുപോലെ നമുക്ക് കണ്ടെത്താം നമ്മുടെ ക്ലാസ് മുറിയിൽ. എന്താണ് ഈ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ ആഗമന നിഗമന രീതികൾ നമുക്ക് പ്രയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഇന്ന് പഠിപ്പിച്ച 3 കോൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പഠിച്ച കോൺസെപ്റ്റ് എന്തായിരുന്നു, ELPS, അതായത് ഗണിത ആശയ രൂപീകരണ ഘട്ടം എന്ന് പറഞ്ഞാൽ E എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, L എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, P എന്ന് പറഞ്ഞാൽ പിക്ചർ, S എന്ന് പറഞ്ഞാൽ സിമ്പിൾ. അപ്പം എക്സ്പീരിയൻസ് കൊടുത്ത് ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്തു, പിക്ചർ കാണിച്ചു, സിമ്പിൾ നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് ഗണിത ആശയ രൂപീകരണ ഘട്ടം. രണ്ടാമത് നമ്മൾ പഠിച്ചത് നമ്മുടെ ആഗമന രീതി എന്താണ്, നിഗമന രീതി എന്താണ്. ആഗമന രീതി എന്ന് പറഞ്ഞാൽ അനേകം ഉദാഹരണങ്ങളിലൂടെ കടന്നുപോയി ഒരു പൊതുതത്വത്തിലേക്ക് എത്തുന്നതാണ് ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ കൊടുത്ത് നമ്മൾ പ്രൂഫിലേക്ക് എത്തണം. അതിന് പറയുന്ന പേരാണ് ആഗമന രീതി. രണ്ടാമത് നമ്മൾ പഠിച്ചത് നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഉദാഹരണങ്ങൾ നമ്മൾ കൊടുക്കരുത്, പകരം എന്ത് കൊടുക്കണം, ആദ്യം നമ്മളൊരു പ്രൂഫ് കൊടുക്കണം. ആദ്യം നമ്മളൊരു തത്വം കൊടുത്തിട്ട് ആ തത്വത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകണം, ഉദാഹരണങ്ങളിലേക്ക് പോകണം. അഥവാ പ്രൂഫ് ടു എക്സാമ്പിളിലേക്കാണ് നമ്മൾ നിഗമന രീതിയിൽ പോകേണ്ടത്. ആഗമന രീതിയിലാണെങ്കിൽ എക്സാമ്പിളിൽ നിന്നും പ്രൂഫിലേക്കും, നിഗമന രീതിയിലാണെങ്കിൽ പ്രൂഫിൽ നിന്നും എക്സാമ്പിളിലേക്കും. തിരിച്ചും മറിച്ചോ കേട്ടോ, സൈമിൾട്ടേനിയസ്ലി അത് വർക്ക് ഓൺ ആയിട്ട് പോകും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഈ 3 എണ്ണത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, 100% ഉറപ്പാണ്. ഏത് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു നോക്കിയാലും ഈ 3 പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിക്കും. ഒരു പക്ഷേ എക്സാമ്പിൾ വെച്ചാകാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വെച്ചാകാം, അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫ് കോൺവെർസേഷൻ വെച്ചാകാം. ഏത് രീതിയിലൂടെ വേണമെങ്കിലും നമ്മളോട് ചോദിക്കും കേട്ടോ. സോ ഈ 3 കാര്യങ്ങളും വിട്ടുകളയരുത്. 1 മാർക്ക് നിങ്ങൾക്ക് ഗണിതത്തിന് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ആഗമന രീതിയുടെ സവിശേഷതകളാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനിയും കുറച്ച് രീതിയിലൂടെ ഉണ്ട്, അപഗ്രഥന ഉഗ്രന രീതികൾ, പിന്നെ ഈ പറഞ്ഞ ഹ്യൂറിസ്റ്റിക് മെത്തേഡും അതുപോലെ നമ്മൾ ഈ പഠിച്ച എന്താണ് പരീക്ഷണ രീതിയും പ്രൊജക്ട് രീതിയൊക്കെയാണ്. അത് കുറച്ചുകൂടി ഹയർ ലെവലിലേക്കാണ് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാൻ കേട്ടോ. പക്ഷേ ഇന്ന് പഠിപ്പിച്ച ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് വേണം പോകാൻ. ഇത് വരുന്നത് S1 ടെക്സ്റ്റ് ബുക്കിലാണ്, അതായത് സെമസ്റ്റർ 1 ടെക്സ്റ്റ് ബുക്കിലാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഞാൻ ഇട്ട് തന്നേക്കാം. ഇത് കിടക്കുന്നത് പേജ് നമ്പർ ഇതിൻ്റെ അകത്തുണ്ടോ, പേജ് നമ്പർ ഇല്ല, പകരം 44 കേട്ടോ. പേജ് നമ്പറോട് മേളിൽ നോക്കിയാൽ മനസ്സിലാവും, പേജ് നമ്പർ 44 ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജില്ല. ഇതിനകത്ത് നമുക്ക് ചാപ്റ്റർ നമ്പർ
വരുന്നത് ചാപ്റ്റർ വരുന്നത് മൂന്നാമത്തെ യൂണിറ്റ് കേട്ടോ. മൂന്നാമത്തെ യൂണിറ്റിനകത്താണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് കേട്ടോ. ഇതിലുള്ള മൊത്തം ഒന്നും വേണ്ട, ആവശ്യമുള്ളത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത് ഞാൻ PDF ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. പേജ് നമ്പർ 44 കേട്ടോ. പേജ് നമ്പർ കൊടുത്തിട്ടില്ല, എന്നാൽ 44 നിങ്ങൾ സ്കാനറിനകത്ത് സോറി നമ്മുടെ PDF റൈറ്ററിനകത്തൊക്കെ ഓപ്പൺ ആക്കുന്നെങ്കിൽ മേളിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പേജ് നമ്പർ 44 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പേജ് നമുക്ക് ലോഡായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ചെറിയ നോട്ട് എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ നോട്ട് എഴുതുന്ന ആവശ്യമൊന്നുമില്ല. LPS എക്സ്പീരിയൻസ് ലാംഗ്വേജ് പിക്ചർ സിമ്പിൾ ആഗമനീതി നിഗമനീതി. ആഗമനീതി വെച്ചാൽ എക്സാമ്പിളിൽ നിന്ന് പ്രൂഫിലേക്ക്, നിഗമനീതി വെച്ചാൽ പ്രൂഫിൽ നിന്ന് എക്സാമ്പിളിലേക്ക്. സത്യം പറഞ്ഞാൽ ഇത്രയേ പഠിച്ചുള്ളൂ അല്ലേ. 10 സെക്കൻഡിൽ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. സോ അതിലേക്ക് നിങ്ങൾ പഠിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. യെസ്, ക്ലിയർ ആയോ? സംഭവം ഉണ്ടാകുന്നത് ക്ലിയർ ആയോ?